ഞാൻ വെച്ചാൽ ട്വിറ്റർ എടുത്ത് നോക്കിയപ്പോൾ അവിടെ ട്രെൻഡിങ് ത്രെഡ്സ് എന്ന് പറഞ്ഞ ആപ്പ്. അതേപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ഫൗണ്ടർ മാർക്ക് സുക്കർബർഗ് 11 വർഷങ്ങൾക്ക് ശേഷം ഒരു ട്വീറ്റ് ഇട്ട്. ഈ രണ്ട് കാര്യങ്ങൾ അന്ന് ട്വിറ്ററിൽ ട്രെൻഡിങ് ആയിരുന്നു. അങ്ങനെ ട്വിറ്ററിൽ നിന്ന് ഇറങ്ങി നേരെ ഇൻസ്റ്റാഗ്രാമിൽ പോയി നോക്കിയപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ത്രെഡ്സ് എന്ന് പറഞ്ഞ ആപ്പിനെ കുറിച്ച് കുറേ അധികം പോസ്റ്റുകൾ. പിന്നെ എനിക്ക് മനസ്സിലായി മെറ്റ ഇലോൺ മാസ്കിൻ്റെ ട്വിറ്ററിൻ്റെ ഒരു എതിരാളിയായിട്ടും ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു സബ് ആപ്പായിട്ടും ത്രെഡ്സ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തു. അപ്പോൾ തന്നെ ഞാൻ ഗൂഗിളിൽ പോയിട്ട് എന്താണ് ത്രെഡ്സ് ആപ്പ് നോക്കി. അപ്പോൾ ത്രെഡ്സ് എന്താണെന്ന് വെച്ചാൽ ട്വിറ്ററിനെ പോലെ തന്നെയുള്ള ഒരു മൈക്രോ ബ്ലോഗിങ് ആപ്പാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ട്വിറ്ററിൽ കാണാൻ പറ്റും കൂടുതലും ഫോട്ടോസിനേക്കാളും വീഡിയോസിനേക്കാളും കൂടുതൽ ടെക്സ്റ്റ് ബേസ്ഡ് കണ്ടൻസ് ആയിരിക്കുള്ളൂ. അതേപോലെ തന്നെ ടെക്സ്റ്റ് ബേസ്ഡ് ക്രിയേറ്റീവ് കണ്ടൻസും ഇൻഫർമേഷൻസ് അപ്ഡേറ്റ്സും ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ത്രെഡ്സ് എന്ന് പറയുന്നത്. ഇതിൽ ടെക്സ്റ്റ് ബേസ്ഡ് മാത്രമല്ല കേട്ടോ, നമുക്ക് ഫോട്ടോസും വീഡിയോസും എല്ലാം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അങ്ങനെ ട്രെൻഡിങ് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ത്രെഡ്സ് എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വിചാരിച്ചു. ഇത് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ത്രെഡ്സ് അവൈലബിൾ ആണ്. പിന്നെ എനിക്ക് ത്രെഡ്സിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ത്രെഡ്സിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. നമുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മാത്രം മതി. എങ്ങനെയാണെന്ന് വെച്ചാൽ ത്രെഡ്സ് ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് അവിടെ സൈനപ്പ് ചെയ്യാൻ പറ്റും. പകുതി പണി അവിടെ തന്നെ കഴിഞ്ഞു. അതിനുശേഷം നമ്മളെടുത്ത് ബയോയും ലിങ്കും ചോദിക്കും. നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത ബയോ ലിങ്കും കൊടുക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഇമ്പോർട്ടും ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫോളോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യണം, എല്ലാവരും ഫോളോ ചെയ്യാൻ ഒരു ഫോളോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ഫോളോ ചെയ്താൽ മതി. ഭയങ്കര സിമ്പിൾ അല്ലേ? ഇതാണ് ത്രെഡ്സിൻ്റെ ഒന്നാമത് ഫീച്ചർ എന്ന് പറയുന്നത്. ത്രെഡ്സിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ത്രെഡ്സിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കിപ്പോൾ ഡിലീറ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ട് നിങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ആയി പോകും. സോ ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം നിങ്ങൾ ത്രെഡ്സിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ. അല്ലാണ്ട് ട്രെൻഡിങ് ആണെന്ന് വെച്ചിട്ട് നിങ്ങൾ ചാടിക്കയൊന്നും ത്രെഡ്സിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യരുത്. സോ അങ്ങനെ ഞാൻ ത്രെഡ്സിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ത്രെഡ്സ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ലാത്തൊരു ഇൻ്റർഫേസ് തന്നെയായിരുന്നു. പിന്നെ ട്വിറ്ററിലുള്ള പോലെ തന്നെ നമുക്ക് ത്രെഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, റീട്വീറ്റ് ചെയ്യാൻ പറ്റും, ലൈക്ക് ചെയ്യാൻ പറ്റും, കമൻറ്റ് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റും. സോ നമ്മൾ ട്വിറ്ററിലാണ് മിക്ക കാര്യങ്ങളും ത്രെഡ്സിലും ചെയ്യാൻ പറ്റും. സോ എന്തായാലും ഞാൻ ത്രെഡ്സിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യില്ല, എന്തായാലും ഒരു ത്രെഡ് ക്രിയേറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. ത്രെഡ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് അവിടെ ക്യാരക്ടർ ലിമിറ്റ് 500 കണ്ടത്. അഥവാ നമുക്ക് 500 ക്യാരക്ടേഴ്സ് ഉള്ള ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതേസമയം നമ്മൾ ട്വിറ്ററിലാണെങ്കിൽ നമ്മുടെ ക്യാരക്ടർ ലിമിറ്റ് 280 ആണ്. സോ ഇത് ത്രെഡ്സിൻ്റെ ഒരു രണ്ടാമത്തെ ഫീച്ചറാണ്, ക്യാരക്ടർ ലിമിറ്റ് 500 എന്നുള്ളത്. ഇത് മാത്രമല്ല, ത്രെഡ് പോസ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഒരു മൂന്നാമത്തെ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് 5 മിനിറ്റ് ഡ്യൂറേഷനുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇതൊരു ഫീച്ചറിനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ട്വിറ്ററിൽ നമുക്ക് ബ്ലൂ ടിക്ക് ഇല്ലെങ്കിൽ നമുക്ക് 2 മിനിറ്റ് 20 സെക്കൻഡുള്ള വീഡിയോ മാത്രം നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്കിപ്പോൾ ബ്ലൂ ടിക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 മിനിറ്റ് ഡ്യൂറേഷനുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇത് ത്രെഡ്സിൻ്റെ ഒരു ഫീച്ചറാണ്. കാരണം നമുക്ക് ഇതിൽ ബ്ലൂ ടിക്ക് ഇല്ലെങ്കിലും ഒരു മിനിമം 5 മിനിറ്റ് ഡ്യൂറേഷനുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ത്രെഡ്സ് കുറച്ച് നേരം യൂസ് ചെയ്ത് ഒരു ത്രെഡൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ത്രെഡ്സിൻ്റെ വേറൊരു നെറ്റിക്കൽ ന്യൂസ് ഞാൻ കേട്ട്. ത്രെഡ്സ് ലോഞ്ച് ചെയ്തിട്ട് വെറും 2 മണിക്കൂറിനുള്ളിൽ 1 മില്യൺ യൂസേഴ്സാണ് ത്രെഡ്സിൽ സൈനപ്പ് ചെയ്തത്. അതേസമയം ട്വിറ്ററിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 2 വർഷം പിടിച്ച്, അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 2.5 മാസം പിടിച്ച് 1 മില്യൺ യൂസേഴ്സ് സൈനപ്പ് ചെയ്യാൻ വേണ്ടി. അത് കഴിഞ്ഞ് 7 മണിക്കൂർ കഴിയുമ്പോൾ ത്രെഡ്സിൻ്റെ യൂസേഴ്സിൻ്റെ എണ്ണം 10 മില്യൺ അഥവാ 1 കോടി. അപ്പോൾ ഞാൻ ആലോചിച്ചു എന്തുകൊണ്ടാണ് ത്രെഡ്സിൽ ഇത്രയധികം യൂസേഴ്സ്, അതും ലോഞ്ച് ചെയ്ത ദിവസം തന്നെ കുറേ പേര് സൈനപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചു. അതിനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ത്രെഡ്സ് എന്ന് പറഞ്ഞ ആപ്പ് മെയിനായിട്ട് പ്രൊമോട്ട് ചെയ്തത് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ്. ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഡെയിലി ആക്റ്റീവ് യൂസേഴ്സ് 500 മില്യൺ ആണ്. ഇപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ 500 മില്യൻ്റെ 10 മില്യൺ എന്ന് പറയുന്നത് വെറും 1% മാത്രമാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു കൺവേർഷൻ തന്നെയാണ്. എന്തായാലും ത്രെഡ്സ് എന്ന് പറഞ്ഞ ആപ്പ് ഇലോൺ മാസ്കിനെയും ട്വിറ്റർ യൂസേജ് നല്ല രീതിയിൽ ഞെട്ടിച്ചു. സോ ത്രെഡ്സിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ത്രെഡ്സ് വിൽ ബീറ്റ് ട്വിറ്റർ? ജസ്റ്റ് കമന്റ് ഇറ്റ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.